സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ജോബാണ്. നമുക്കൊരു അൺസർട്ടനിറ്റി എപ്പോഴും ഉള്ളൊരു ഫീൽഡാണ്. അപ്പോൾ നമുക്ക് നാളെ നമ്മൾ ജോബ് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എനിക്കത് ഹെൽപ്ഫുള്ളായിരിക്കും ഫ്യൂച്ചറിൽ. എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഞാൻ 2016 വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ മദറാണ് ഇങ്ങനൊരു അഡ്വൈസ് തന്നത്. ഉമ്മ പറഞ്ഞു, ചെറിയൊരു എമൗണ്ട് എപ്പോഴും മന്ത്ലി സേവ് ചെയ്ത് വെക്കണം, അത് ഫ്യൂച്ചറിൽ നിനക്കത് യൂസ് ആവും. ഉമ്മയുടെ ഒരു അഡ്വൈസ് ആയിരുന്നു എൻ്റെ ഒരു ട്രിഗറിങ് പോയിന്റ്. എൻ്റെ മെയിൻ ഫോക്കസ് ഒരു റിട്ടയർമെൻറ്റ് ഫണ്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എൻ്റെ സാലറിയുടെ ഒരു 30% ഞാൻ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമുക്ക് ആ ഒരു 10-15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലൂടെ മന്ത്ലി ഒരു ഇൻകം എന്നുള്ള രീതിയിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, ലാർജ് ക്യാപ്പ്. നമുക്ക് നമ്മുടെ ഫൈനാൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസിപ്ലിൻഡ് ആയിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്രീ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എത്രയും നല്ലതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.